ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഫിനാൻഷ്യലി പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെ തോന്നും. കാരണം ഫൈനാൻഷ്യലി ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല റെസ്പോൺസിബിലിറ്റികളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞിനെ മുലയൂട്ടുക, അവരെ പരിചരിക്കുക എന്നുള്ളത് അവർക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള അതൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ശരിക്കും നമുക്കൊരു പ്രൗഡ് ആയിക്കൊണ്ട് നമ്മുടെ പാർട്ട്ണറെ ശരിക്കും ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ സ്ത്രീകൾ പറയുന്നതാണ് ശരിയെന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ കാണുക. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ബേസിക് നീഡായ ഒരു കിടക്കയ്ക്ക് പോലും ഹസ്ബൻഡിന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ദയനീയ അവസ്ഥ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ട ഈ റീലിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ മിനിമം ഒരു ഫോൺ വേണം, ഫോൺ വാങ്ങാൻ പൈസ വേണം. അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നു നിങ്ങൾക്ക് ഫോൺ ഇങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനല്ലേ, അതുകൊണ്ട് ഫോൺ വാങ്ങി തരുന്നില്ല എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും? ചില ഹസ്ബൻഡ്സ് വൈഫ് മറ്റു രീതിയിൽ ഫാമിലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി അവരെ താഴ്ത്തിക്കെട്ടാതെ അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമായിരിക്കും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കുറവാണ്. ഫെമിനിച്ചി ഫാത്തിമയിലെ ഉസ്താദ് വൈഫിന്റെ അടുത്ത് ചോദിക്കുന്ന പോലെ നിന്റെ അടുത്തൊക്കെ പൈസ എവിടുന്ന് ഉണ്ടാകാനെന്ന് ചോദിച്ച് പരിഹസിക്കുന്നവരായിരിക്കും കൂടുതൽ. മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണർ പോലും മറ്റേയാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആ സപ്പോർട്ട് അങ്ങ് നിർത്താൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അതായത് ഫാമിലിയെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു തെറ്റല്ല, കുറവുമല്ല. എന്നാൽ ആ സിറ്റുവേഷനിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂ എന്നത് ഒരു റിയാലിറ്റിയാണ്. ലെറ്റ്സ് ടോക്ക് മണി പോലുള്ള ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചും ഇൻഡിപെൻഡൻസിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള ബുക്സ് വായിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു.